പൊന്നാനിയിലും അതുപോലെ മലപ്പുറത്തേക്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സമസ്തയുടെ പേരിൽ ചില ആളുകളെ ഫോണിൽ വിളിച്ച് LDF സ്ഥാനാർത്ഥിയെ സഹായിക്കണം എന്നുള്ളൊരു പ്രചാരണം നടക്കുന്നത്. ഇത് സമസ്തയുടെ അറിവോടുകൂടിയാണോ? അക്കാര്യത്തിൽ എന്താണ് പറയാം? ഇന്നത്തെ സമസ്തയുടെ സുപ്രഭാതം പത്രത്തിൽ 1-ാം പേജിൽ കൃത്യമായി സമസ്തയുടെ പ്രസിഡന്റ് ഒരു ക്ലാരിഫിക്കേഷൻ അതിന് നൽകിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ചോദ്യത്തിന് പ്രസക്തിയേ ഇല്ല. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് സോഷ്യൽ മീഡിയ വഴി നമുക്കറിയാൻ കഴിഞ്ഞു. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഒരു നയം സമസ്തക്കില്ല, സമസ്ത അതിൻ്റെ പരമ്പരാഗതമായ പൂർവിക നയത്തിലാണ് നിലകൊള്ളുന്നത് എന്ന് വളരെ കൃത്യവും സ്പഷ്ടവുമായി അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വരാൻ കാരണം. സ്വാഭാവികമായും ഏത് സ്ഥാനാർത്ഥികളും മത്സരിക്കുമ്പോൾ വിജയിക്കുമെന്നും എനിക്ക് അനുകൂലമായ തരംഗം ഉണ്ടാകുമെന്നും സ്വാഭാവികമായും പറയും. അതൊരു ആത്മവിശ്വാസത്തിന്റെ ഭാഗവും പ്രചരണത്തിന്റെ ഭാഗവുമാണ്. അതിലപ്പുറം അതിനെ കണക്കാക്കേണ്ടതില്ല. സമസ്തയുടെ പൂർവിക നിലപാട് എന്താണോ അതേ നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. വ്യക്തിപരമായി വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം, സംഘടനയ്ക്ക് രാഷ്ട്രീയമില്ല. പിന്നെ സമസ്തയിലും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലും ഒരേ ചിന്താഗതിക്കാരായ ആളുകൾ ധാരാളമുണ്ട് എന്നതാണ് ആ പഴയ നിലപാട് അങ്ങനെ തോന്നാൻ കാരണം. ഭൂരിപക്ഷം സമസ്തയിലുള്ള ആളുകളും അതുപോലെ തന്നെ മുസ്ലിം ലീഗിലുള്ള ആളുകളും മതപരമായും രാഷ്ട്രീയമായും ഒരേ ചിന്താഗതിക്കാരാണ്. അതേ സമയത്ത് മുസ്ലിം ലീഗിൽ സമസ്തക്കാരല്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ സമസ്തയിൽ മുസ്ലിം ലീഗ് അല്ലാത്തവരുണ്ട്. സ്വാഭാവികമാണ്. അതിൽ പുതിയൊരു മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അങ്ങനെ ആരെയും ഫോൺ വിളിക്കാനോ ആർക്കെങ്കിലും വോട്ട് നൽകാൻ ക്യാമ്പയിൻ ചെയ്യാനോ സമസ്ത കേരള ജമിയത്തുലമയോ അതിൻ്റെ കീഴ്ഘടകങ്ങളോ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പ്രസിഡന്റ് ക്ലാരിഫൈ ചെയ്തല്ലോ. അതിന് മറിച്ചുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ ഏതെങ്കിലും ഭാഗത്ത് ഉണ്ടാകുന്ന പക്ഷം സ്വാഭാവികമായും ഓരോന്നിൻ്റെയും ബോഡിയിൽ അത് ചർച്ച ചെയ്യും. ആ ബോഡിയിലുള്ള ചർച്ചയ്ക്കനുസരിച്ചുള്ള തീരുമാനങ്ങളുണ്ടാവും. നിങ്ങളോട് ഞാൻ തിരിച്ചങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമാണത്. മാധ്യമങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ഒരു വാർത്ത സൃഷ്ടിക്കുന്നു? സമസ്തയുടെ നയം ഇന്നതാണെന്ന് പ്രസിഡന്റ് പറയുന്നു, സമസ്തയുടെ പാരമ്പര്യം നയം നിങ്ങൾക്ക് അറിയാവുന്നതാവുന്നു. പിന്നെ ഇങ്ങനെ ഒന്നും ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നത് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നല്ലേ? അപ്പൊ നിങ്ങളല്ലേ അതിന് മറുപടി പറയേണ്ടത്, ഞാനല്ലല്ലോ. സമസ്തയുടെ നേതാക്കളെ മുസ്ലിം ലീഗ് നേതാക്കൾ അവഹേളിച്ചു എന്ന് പറയുന്ന തരത്തിൽ വ്യാപകമായി പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അത് പലരും ഷെയർ ചെയ്യുന്നത് ഇത്തരത്തിൽ സമസ്തയുടെ പ്രവർത്തകർ തന്നെയാണ്. അതുകൊണ്ടുകൂടിയാണ് അത്തരം ചോദ്യം വരാൻ കാരണം. സോഷ്യൽ മീഡിയയിൽ വ്യാജ ഐഡിയിൽ ധാരാളം ആളുകളുണ്ടാവും. സോഷ്യൽ മീഡിയയിൽ വരുന്നതെല്ലാം ഒരു സംഘടനയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ തീരുമാനപ്രകാരമാണോ എന്ന് പറയാൻ കഴിയില്ല. കാരണം സോഷ്യൽ മീഡിയ ഓപ്പണായിട്ട് ആർക്കും കയറി അഭിപ്രായം പറയാൻ പറ്റുന്നൊരു മേഖലയാണ്. അത് രണ്ടു വിഭാഗത്തെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ആരെങ്കിലും ഏതെങ്കിലും ഐഡിയയിൽ വന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ സംഘടനകൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ സ്വാഭാവികമായും ഇതല്ലാത്ത വേറെ ചില മേഖലകളിലും, അതായത് സമസ്തയുമായി ബന്ധപ്പെടാത്ത മേഖലയിലും ഇങ്ങനെയുള്ള ഇലക്ഷൻ സമയത്തുള്ള പ്രചരണങ്ങളും അതുപോലെ തന്നെ വ്യാജ പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കണ്ടാൽ മതി. ഒരു സംഘടന അതിൻ്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടക്കുന്നു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നു എന്നുള്ള അഭിപ്രായങ്ങൾ ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല. അങ്ങനെ കൊടുത്തതായിട്ട് എന്തെങ്കിലും ഒരു രേഖ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പ്രസ്താവന നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ സ്ഥാനാർത്ഥിക്കത് പറയാമല്ലോ. സ്ഥാനാർത്ഥിക്കത് പറയുന്നതിന് യാതൊരു തടസ്സവും ഇന്നത്തെ സാഹചര്യത്തിലില്ല. ഇപ്പോൾ അവിടെ മത്സരിക്കുന്ന അബ്ദുസമദ് സമദാനി സുന്നി യുവജന സംഘം 1989 പുനഃസംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഔദ്യോഗിക ഭാരവാഹിയാണ്. ആ ഭാരവാഹി സ്ഥാനം വഹിച്ച വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം സമസ്തക്കാരനല്ല എന്ന് പറയാൻ ആർക്കും കഴിയില്ലല്ലോ.